ഹായ് ഗൈസ്, അറക്കൻ ആർമി ചൈനയ്ക്കെതിരായി തന്നെ ഇപ്പോൾ ഒരു അറ്റാക്ക് നടത്തിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് അറക്കൻ ആർമിനെ കുറിച്ച് ഒരു ന്യൂസ് ഇല്ല. ഇപ്പോൾ വീണ്ടും അവരെ ശക്തിയോടെ പുതിയ അറ്റാക്കുകളുമായി വന്നിരിക്കുകയാണ്. ചൈനയ്ക്ക് ഇപ്പോൾ രണ്ട് സ്ഥലത്തു നിന്നാണ് അടി കിട്ടുന്നത്. ഒന്ന് ബൾച്ചിസ്ഥാനിലുള്ള BLAയും അവരെല്ലാം ചേർന്നുകൊണ്ട് ബ്രാ എന്ന് പറയുന്ന ഒരു പുതിയൊരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ട് ചെയ്യും. അതിൽ എല്ലാ ആൾക്കാരും, അതായത് ഈ ബൾച്ചിസ്ഥാൻ റിഫോർമേഷൻ ഗ്രൂപ്പ്, അതുപോലെ തന്നെ ബൾച്ചിസ്ഥാൻ ലിബറൈസേഷൻ ആർമി, തെഹ്രിക്ക് താലിബാൻ, ഇങ്ങനെ കുറേ ഗ്രൂപ്പുകൾ ചേർന്നുകൊണ്ട് ചൈനയ്ക്കും പാകിസ്ഥാനും എതിരെ നടന്ന് അവര് അവിടെ അറ്റാക്കുകൾ നടക്കുകയാണ്. അതായത് ചൈനയ്ക്ക് അവിടെ പാകിസ്ഥാൻ ചൈന എക്കണോമിക് കോറിഡോറിലെ CPEC എന്ന് പറയുന്ന ആ പ്രോജക്റ്റ് നടത്തരുത് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ വലിയ രീതിയിലുള്ള പ്രശ്നം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ പ്രശ്നം തന്നെ പാകിസ്ഥാനും ചൈനയ്ക്കും ഡീൽ ചെയ്യാൻ പറ്റാത്ത ആ ഒരു സിറ്റുവേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇപ്പോൾ ഇവിടെ മറ്റൊരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നത്. അതായത് റാഖൈൻ സ്റ്റേറ്റിന്റെ അടുത്തുള്ള, അതായത് ചൈനയുടെ കൺട്രോൾ ഉണ്ടായിരുന്ന, അതായത് ചൈന ആ ഒരു സ്ഥലം മ്യാൻമറുടെ കയ്യിൽ നിന്ന് എഗ്രിമെന്റ് ഇട്ടപ്പോൾ തന്നെ ഇന്ത്യക്ക് ഒരു ഭീഷണി എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആ ഒരു സ്ഥലത്താണ് ഇപ്പോൾ അറക്കൻ ആർമി ഒഫീഷ്യലായി അറ്റാക്കുകൾ നടത്തിയിരിക്കുന്നത്. ഏകദേശം 400ഓളം കുടുംബങ്ങളെ അവിടുന്ന് മാറ്റി എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയി നോക്കാൻ പോകുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാണ് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇപ്പൊ വീഡിയോയിൽ കിടക്കാം. അപ്പോൾ അറക്കൻ ആർമിനെ കുറിച്ച് നമ്മൾ നവംബർ ഡിസംബർ മാസങ്ങളിൽ കുറെ വീഡിയോകൾ നമ്മൾ പോസ്റ്റ് ചെയ്തതാണ്. അത് കഴിഞ്ഞ് പിന്നെ ജനുവരി മാസം എടുത്തു പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള അറ്റാക്കുകളൊന്നും അറക്കൻ ആർമി ചെയ്തിട്ടുമില്ല. അവിടെ അതായത് ആ റാഖൈൻ സ്റ്റേറ്റിൽ മൊത്തമായിട്ടും, അതായത് 13 സ്റ്റേറ്റിൽ അതായത് കൺട്രോൾ ഉണ്ടായിരുന്നത്, അതിൽ 11 അവർ ഡിസംബറോടെ തന്നെ എടുത്തായിരുന്നു. പക്ഷെ ഇപ്പോൾ പല റിപ്പോർട്ടുകളും പറയുന്നത് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരി ആയി കഴിഞ്ഞപ്പോൾ തന്നെ 13 ചെക്ക് പോസ്റ്റുകളും ഇപ്പോൾ അറക്കൻ ആർമിയുടെ കൺട്രോളിലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അറക്കൻ ആർമി ഈ കൺട്രോൾ എടുത്തു കഴിഞ്ഞ് അവിടെയുള്ള റോഹിംഗ്യ മുസ്ലിംസിനെ തന്നെ ബംഗ്ലാദേശിലോട്ട് ഓടിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അറക്കൻ ആർമി ഇവിടെ കൺട്രോൾ എടുത്തു കഴിഞ്ഞ് അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത്, അതായത് ഇപ്പോൾ ആദ്യത്തെ സ്റ്റേജ് റാഖൈൻ സ്റ്റേറ്റ് കംപ്ലീറ്റ് ആയിട്ടും ഇവരുടെ കൺട്രോൾ എടുത്തു. മ്യാൻമറിലുള്ള മിലിറ്ററി പരമാവധി അറ്റാക്കുകൾ നടത്തുന്നുണ്ടെങ്കിലും അറക്കൻ ആർമിയുടെ അടുത്ത് അവർ തോറ്റുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്റ്റേജിൽ നിന്ന് അടുത്ത സ്റ്റേജിലോട്ട് അറക്കൻ ആർമി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഫെബ്രുവരി 20-ാം തീയതി അവർ മേജർ അറ്റാക്കുകൾ നടത്തി. അത് എവിടെയായിരുന്നു എന്ന് വെച്ചാൽ കെപ്യ എന്ന് പറയും, അതായത് ചൈനയുടെ ഒരു എക്കണോമിക് സോൺ ആണ്. അതായത് ഇപ്പോൾ മ്യാൻമറില്, ഇപ്പോൾ ചൈനയിൽ എങ്ങനെ ബൾച്ചിസ്ഥാനിലൊക്കെ ചൈന അതായത് CPEC പ്രോജക്ട് നടത്തുന്നു, അതേപോലെ ചൈന മ്യാൻമർ എക്കണോമിക് പ്രോജക്ട് നടക്കുന്ന സ്ഥലമാണ് ഈ കാപ്യ പ്രോജക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ അടുത്ത് തന്നെ ചൈനയ്ക്ക് ഒരു പോർട്ടുമുണ്ട്. ആ പോർട്ടിന്റെ കംപ്ലീറ്റ് കൺട്രോളും ഒക്കെ കാര്യങ്ങളും ചെയ്യുന്നത്, അതായത് എങ്ങനെ ഗ്വാദർ പോർട്ട്, അതായത് ഇപ്പോൾ പാകിസ്ഥാനിലുള്ള ഗ്വാദർ പോർട്ട് ചൈനയുടെ കൺട്രോളിലുണ്ടാവും, അതേപോലെയുള്ള ഈ കെപ്യ പോർട്ടും ഈ ചൈനയുടെ കൺട്രോളാണ് പോകുന്നത്. ഇതിൽ നിന്ന് ചൈന ലക്ഷ്യമിടുന്നത് എന്താ വെച്ചാൽ ഡയറക്റ്റ് ആയിട്ട് ഇന്ത്യയുമായിട്ട് ഒരു യുദ്ധം വരികയാണെങ്കിൽ ബേ ഓഫ് ബംഗാളിനെ കൺട്രോൾ എടുക്കാൻ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലം ഇതിലൂടെയാണ്. രണ്ടാമത്തെ കാര്യം, അതായത് യുദ്ധം വരികയാണെങ്കിൽ നമ്മൾ സ്ട്രെയിറ്റ് ഓഫ് മലാക്ക ബ്ലോക്ക് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചൈനയ്ക്ക് എളുപ്പമായി മ്യാൻമറിലോട്ട് ഓയിൽ കൊണ്ടുവന്ന് ആ ഒരു രീതിയിലോട്ട് ചൈനയിലോട്ട് ഡയറക്റ്റ് ആയിട്ട് പൈപ്പ് ലൈനിലൂടെ ഓയിൽ കൊണ്ടുപോകാനും ചൈന ഈ ഒരു പ്രോജക്റ്റ് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കൂടെ ലക്ഷ്യമിട്ടിട്ടാണ് ചൈന ഈ ഒരു സ്ഥലത്തിന്, അതായത് ഈ ഒരു വില്ലേജിന് മൊത്തമായിട്ടും ഡെവലപ്പ് ചെയ്യുന്ന മിഷനായിട്ട് ചൈന എക്കണോമിക് മ്യാൻമർ പ്രോജക്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു സ്ഥലം കുറെ നെഗോസിയേഷൻ കഴിഞ്ഞിട്ടാണ് ചൈനയ്ക്ക് കിട്ടിയത്. കാരണം മ്യാൻമറിൽ ഉണ്ടായിരുന്ന അപ്പോഴത്തെ ഭരണകൂടം അത്ര എളുപ്പത്തിൽ കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു. കാരണം അവർക്കും അറിയാം ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രമാത്രമാണെന്ന്. അതുകൊണ്ട് തന്നെ അതായത് അവർ ഇന്ത്യനെയും അത്രമാത്രം അതായത് പകച്ചു നിർത്താൻ അന്ന് താല്പര്യപ്പെടുന്നില്ലായിരുന്നു. അതുകൊണ്ട് കുറെ നെഗോസിയേഷന്റെ എല്ലാം ആ ഒടുവിലാണ് ആ ഒരു പോർട്ട് അവരുടെ കയ്യിൽ കിട്ടിയത്. ആ ഒരു പോർട്ട് കിട്ടിക്കഴിഞ്ഞ് ചൈന ഏകദേശം ഈ ഒരു പോർട്ടിൽ മാത്രം $9 ബില്യൺ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എന്ന് വലിയ ന്യൂസുകളൊക്കെ ഉണ്ടായിരുന്നു. 9 ബില്യൺ എന്ന് പറഞ്ഞാൽ അത്ര ചെറിയ കാര്യങ്ങളൊന്നുമല്ല. ചൈനയ്ക്ക് അത് ഒരു കമ്പാരിറ്റീവ്ലി ഇന്ത്യനെ വെച്ച് നോക്കുമ്പോൾ ചൈനയ്ക്ക് അതൊരു ചെറിയ സംഖ്യയാണ്. പക്ഷെ അത്രയും വലിയ എമൗണ്ട് ആണ് ഇവിടെ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു വില്ലേജ്, അതായത് ചൈനയുടെ ഈ ഒരു പൈപ്പ് ലൈൻ പോകുന്ന ആ ഒരു വില്ലേജിലാണ് ഈ അറക്കൻ ആർമി അറ്റാക്കുകൾ നടത്തിയത്. ഈ ഒരു അറ്റാക്കിനെ തുടർന്ന് ടൈംസ് ഓഫ് ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റു ന്യൂസ് പേപ്പറിലെല്ലാം ഇത് ഒഫീഷ്യലായി കൺഫേം ചെയ്താണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്യാവുന്നതുമാണ്. അറ്റാക്ക് വളരെ ഇന്റൻസീവ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ഏകദേശം വേറെ വഴിയില്ലാതെ മ്യാൻമർ മിലിറ്ററി ഏകദേശം 400 to 600 കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റിപ്പാർപ്പിച്ചു, ഡിസ്പ്ലേസ്മെന്റ് ചെയ്തു എന്നാണ് പറയുന്നത്. തിരിച്ച് മ്യാൻമർ സൈഡിൽ നിന്നും അറ്റാക്കുകൾ നടത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷെ അത് അത്ര എഫക്റ്റീവ്നെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അറക്കൻ ആർമി ഇവിടെ ഒരു സ്ട്രോങ് പ്രസൻസ്, സ്ട്രോങ് ഡോമിനൻസ് കാണിച്ചുകൊണ്ട് റാഖൈൻ സ്റ്റേറ്റിനെ മൊത്തമായും കൺട്രോൾ എടുത്ത് അതിന്റെ സൈഡിലുള്ള സ്ഥലങ്ങളും പിടിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിൽ അടുത്ത അവർ ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് ഈ കെക്യ പോർട്ട് എന്ന് പറയുന്ന ഈ ഒരു പോർട്ട് ആയിരിക്കും എന്നാണ് പറയുന്നത്.
അപ്പോൾ ഈ ഒരു പോർട്ടിനെ ലക്ഷ്യമിടുകയാണെങ്കിൽ അത് ചൈനയ്ക്ക് വലിയ ക്ഷീണമാണ്. കാരണം ചൈനയുടെ അതായത് മ്യാൻമർ പ്രോജക്റ്റിലുള്ള എക്കണോമിക് സോൺ കംപ്ലീറ്റ് ആയിട്ടും ഫെയിലർ ആയി മാറും. ഇതേപോലെ തന്നെ ഒരു ഫെയിലർ ആയി മാറാൻ പോകുന്ന ഒരു പ്രോജക്റ്റാണ് സിപെക് എന്ന് പറയുന്നത്. കാരണം ബലൂചിസ്ഥാനിലുള്ള ഈ ലിബറൈസേഷൻ ആർമിയും അതുപോലെ തന്നെ ഈ മൂവ്മെന്റുകളിലുള്ള ആൾക്കാരും തന്നെ ചൈനീസ് വർക്കേഴ്സിന് അവിടെ പോയി പണിയെടുക്കാനോ അല്ലെങ്കിൽ ചൈന പ്രോജക്റ്റുകളെ അവരവിടെ സ്വീകരിക്കാനോ തയ്യാറാവുന്നില്ല. അവിടെ കംപ്ലീറ്റ് അറ്റാക്കുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചൈന ഈ രണ്ട് സ്ഥലത്തും ട്രാപ്ഡ് സിറ്റുവേഷനിലൂടെയാണ് പോകുന്നത്. ഇത് മാത്രമല്ല ചൈന ഇന്ത്യനെ ചെക്ക് വെക്കാനുള്ള സ്ട്രിങ്സ് ഓഫ് പേഴ്സ് എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമ്മളും അതിനെ കട്ട് ചെയ്യാൻ വേണ്ടി ഡയമണ്ട് പേഴ്സ് അങ്ങനെ കുറെ ഇതുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പ്രൈവറ്റ് വീഡിയോ ആണ്. അത് നമ്മൾ സമയം കിട്ടുമ്പോൾ അത് പബ്ലിഷ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള അതിലുള്ള പ്രധാനപ്പെട്ട സ്ഥലവും കൂടിയാണ് ഇപ്പോൾ ചൈനയ്ക്ക് നഷ്ടപ്പെടാൻ പോകുന്നത്. ഈ ഒരു സ്ഥലം അറക്കൻ ആർമിയുടെ കൺട്രോളിലോട്ട് പോവുകയാണെങ്കിൽ. അപ്പോൾ അറക്കൻ ആർമീനെ കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ് ഇപ്പോൾ മ്യാൻമർ ആർമി ഉള്ളത്. അപ്പോൾ ഈ അറക്കൻ ആർമിയുടെ അഡ്വാൻസ് കൂടുന്നതനുസരിച്ച് ഇപ്പുറത്ത് ബംഗ്ലാദേശിലുള്ള ആൾക്കാരും ഒന്ന് പേടിച്ച് നിൽക്കുകയാണ്. കാരണം ബംഗ്ലാദേശ് അറക്കൻ ആർമീന്റെ ഇപ്പുറത്തെ സൈഡ് നോക്കുമ്പോൾ ബംഗ്ലാദേശിന്റെ പകുതി ആ വാലി പോലെയുള്ള സ്ഥലം മൊത്തമായിട്ടും അതായത് അറക്കൻ ആർമി ലക്ഷ്യമിടുന്നതാണ് കുറെ വർഷങ്ങളായിട്ട്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് മൊത്തം കംപ്ലീറ്റ് ഡൊമിനൻസ് അവർക്ക് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ അവർ അടുത്ത ടാർഗറ്റ് ചെയ്യാൻ പോകുന്നത് എന്തായാലും തീർച്ചയായും ബംഗ്ലാദേശിനെ ആയിരിക്കും എന്നുള്ളൊരു പേടി ഇപ്പോൾ മുഹമ്മദ് യൂനിസിനുണ്ട്. അപ്പോൾ മുഹമ്മദ് യൂനിസും അതുപോലെ തന്നെ അവിടെയുള്ള ആർമി ആൾക്കാരെല്ലാം തന്നെ ഇപ്പോൾ അറക്കൻ ആർമീനെ ഏറ്റുമുട്ടി ജയിക്കുകയെന്ന് വെച്ചാൽ ബംഗ്ലാദേശ് ആർമി ഇപ്പോൾ അത്ര സ്ട്രോങ് അല്ല. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും ഇതിനെക്കുറിച്ച് കൂടുതൽ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്തായാലും ഉപയോഗമായി എന്ന് വിചാരിക്കുന്നു. കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സീ യു നെക്സ്റ്റ് വീഡിയോ.